ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ട അത്യാധുനിക യുദ്ധോപകരണങ്ങളെല്ലാം ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുകയാണെന്ന് നമുക്കെല്ലാം അറിയാം. അതുമായി ബന്ധപ്പെട്ട അനവധി വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു അത്യാധുനിക റൈഫിളാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് സൈന്യത്തിന് വിതരണത്തിനായി തയ്യാറെടുക്കുന്നത്. അതിന്റെ പേരാണ് കലാഷ്നിക്കോവ് AK-203 റൈഫിൾ. വരുന്ന 3 ആഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യൻ സൈന്യത്തിന് 7000 റൈഫിളുകൾ കൂടി കൈമാറുമെന്നാണ് ഈ റൈഫിൾ നിർമ്മിക്കുന്ന കമ്പനി പറയുന്നത്. ഈ റൈഫിൾ ഒരു ഇൻഡോ റഷ്യൻ സംയുക്ത സംരംഭമാണ്. ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് IRRPL. ആ കമ്പനിയാണ് ഈ റൈഫിൾ വികസിപ്പിച്ചെടുത്തത്. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കമ്പനി ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നത്, ഉത്തർപ്രദേശിലെ അമേഠിയിൽ. ഇതിനോടകം തന്നെ 48,000-ഓളം AK-203 റൈഫിളുകൾ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. കമ്പനി 6 ലക്ഷത്തിലധികം റൈഫിളുകളാണ് ഇന്ത്യൻ സൈന്യത്തിന് വിതരണം ചെയ്യേണ്ടത്. 5200 കോടി രൂപയുടെ കരാറാണ്. ഇതിന്റെ വിതരണം പൂർത്തിയാക്കാൻ 2030 വരെ സമയമുണ്ടെന്ന് IRRPL മേധാവി മേജർ ജനറൽ SK ശർമ്മ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രകാരം ഇതുവരെ 48,000 റൈഫിളുകളാണ് വിതരണം ചെയ്തത്. അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ 7000 റൈഫിളുകൾ കൂടി കൈമാറും. ഈ വർഷം ഡിസംബറോടെ 15,000 എണ്ണം കൂടി നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സാധാരണഗതിയിൽ AK-47, AK-56 റൈഫിളുകളെ അപേക്ഷിച്ച് AK-203 റൈഫിളുകൾ വളരെ അത്യാധുനികമായൊരു റൈഫിളാണ്. ഇത് സാധാരണ കലാഷ്നിക്കോവ് സീരീസിലെ ഏറ്റവും മികച്ച റൈഫിളുകളിൽ ഒന്നാണ്. ഇന്ത്യൻ സ്മോൾ ആംസ് സിസ്റ്റം INSAS റൈഫിളാണ് ഇന്ത്യൻ സൈന്യം 3 പതിറ്റാണ്ടിലേറെയായി ഉപയോഗിക്കുന്നത്. ഈ പുതിയ AK-203 റൈഫിളുകൾ വരുന്നതോടെ ഇന്ത്യൻ സ്മോൾ ആം സിസ്റ്റം റൈഫിളുകൾക്ക് പകരമാകുന്നു. ഈ റൈഫിളിന് 3.8 കിലോഗ്രാം ഭാരമാണ് ഉള്ളത്. ഇതിൽ ഒരേ സമയം തന്നെ 30 ബുള്ളറ്റുകൾ നിറയ്ക്കാൻ സാധിക്കും. ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻസാസ് റൈഫിളുകൾക്ക് 4.15 കിലോ ഭാരമുണ്ടായിരുന്നു. AK-203 റൈഫിളുകൾക്ക് 705 മില്ലിമീറ്ററാണ് നീളം. മാത്രമല്ല ഇതിന് 800 മീറ്റർ ദൂരം വരെ ലക്ഷ്യം ഭേദിച്ച് കുതിക്കാൻ ശക്തിയുണ്ട്. 1 മിനിറ്റിൽ 700 റൗണ്ട് വെടിയുതിർക്കാൻ പോകുന്ന ഒരു ആയുധമാണിത്. ഈ റൈഫിളിന്റെ ഇന്ത്യൻ പേര് ഷെർ എന്നാണ്. ഈ റൈഫിൾ ഇന്ത്യൻ സൈന്യം വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങുന്നതോടുകൂടി ഭീകരവാദത്തിലും അതിരുകടന്നുള്ള ഇടപെടലിലും ഇന്ത്യൻ സൈന്യത്തിന് ആത്മവിശ്വാസത്തോടെ പ്രയോഗിക്കാനുള്ള ഒരു ആയുധമായി മാറുകയാണ് AK-203. ഇത് നിയന്ത്രണ രേഖകളിലൊക്കെ വിന്യസിച്ചിരിക്കുന്ന ഇന്ത്യൻ സൈനികരുടെ മുഖ്യ ആയുധമായിരിക്കും ഇനിയുള്ള കാലത്ത്.